ഉത്തരേന്ത്യയിൽ നാം കേട്ട് ശീലിച്ച, കണ്ട് ശീലിച്ച മഹാകുംഭമേള ഇനി മലപ്പുറത്തും നടക്കുമെന്ന രീതിയിലുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ടല്ലോ. അങ്ങനെ ഒരു നീക്കമുണ്ടോ? ഇപ്പോൾ വലിയൊരു കുംഭമേള കഴിഞ്ഞു, വലിയൊരു മഹാകുംഭമേള, കോടിക്കണക്കിന് ആൾക്കാർ പങ്കെടുത്ത് ആ ലക്ഷക്കണക്കിന് ആൾക്കാർ കേരളത്തിൽ നിന്ന് പോയിട്ടുണ്ട്. അത് പക്ഷെ ഒരാൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു. അതെ അതെ, കഥ പറഞ്ഞത് കേരളത്തിൽ നിന്ന് ലക്ഷക്കണക്കിന് ആൾക്കാരാണ് പോയത്. ഇതിലൊന്നും വിശ്വസിക്കാത്ത ആൾക്കാരും പോയിട്ടുണ്ടായിരുന്നു. ആ പോയ ആളവിടെ നിന്നൊക്കെ ലോകം അംഗീകരിക്കുന്ന സന്യാസിയായിട്ടാണ് തിരിച്ച് കേരളത്തിലേക്ക് വന്നത്. കാരണം ഈ വിശ്വാസങ്ങളെ മുഴുവൻ എതിർത്തിരുന്ന ഒരു യുവാവ്, അദ്ദേഹം പിൽക്കാലത്ത് അതിലേക്ക് പോയിട്ട് അവിടെയും കൂടി പങ്കെടുത്ത് കുംഭമേളയും കഴിഞ്ഞ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അദ്ദേഹം യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എല്ലാവരും അംഗീകരിക്കപ്പെട്ടുകൊണ്ട്. അങ്ങനത്തെ ഒരു ശ്രേഷ്ഠനായുള്ള വ്യക്തി. അത് പോട്ടെ, ഏതായാലും ശരി, ഭാരതത്തിൻ്റെ ഏകതയ്ക്ക് പ്രാധാന്യം കൊടുത്തുള്ള പ്രദേശങ്ങളാണ് ഈ കുംഭമേള നടക്കുന്നത് മുഴുവൻ. മോക്ഷദായകമായിട്ടുള്ള സ്ഥലങ്ങളിലാണ് ഈ കുംഭമേളകളെല്ലാം നടക്കുന്നത്. അതേപോലെ കേരളത്തിലെ മോക്ഷദായകമായിട്ടുള്ള ഒരു സ്ഥലമാണ് തിരുനാവായ. നവാമുകുന്ദ ക്ഷേത്രം തിരുനാവായാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ പണ്ട് വലിയ കുംഭമേള പോലത്തെ ഒത്തുകൂടൽ നടന്നിരുന്നു സാമൂതിരി രാജാക്കന്മാരുടെ കാലത്ത്. അതിൽ കളരിപ്പയറ്റടക്കമുള്ള കാര്യങ്ങൾ അഭ്യസിച്ചിരുന്നു. മാമാങ്കം എന്നുള്ള പേരിൽ ഭാരതപ്പുഴയുടെ തീരത്താണത്. അതിലും ആ കാലത്ത് ലക്ഷങ്ങൾ പങ്കെടുത്തിരുന്നു ആ പരിപാടികളിലെല്ലാം. ഹിന്ദു മുന്നേറ്റത്തിൻ്റെ ഒരു വലിയ ശക്തി പ്രകടനത്തിൻ്റെ വേദി കൂടിയിട്ടായിരുന്നു അത്. പക്ഷേ ഇത് മലപ്പുറം ജില്ലയിലാണ്, ഇന്നത്തെ മലപ്പുറം ജില്ലയാണ്, പഴയ മലബാറിൽ സാമൂതിരി രാജാക്കന്മാർ ഭരിച്ചിരുന്ന പ്രദേശങ്ങളാണ്. അവിടെ പിൽക്കാലത്ത് എന്താ സംഭവിച്ചത്? 1921 ഏറ്റവും വലിയ മാപ്പിളകളായി ഹിന്ദു വംശഹത്യ നടന്നത് ആ പ്രദേശങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന സ്ഥലങ്ങളിലാണ്. എനിക്ക് തോന്നുന്നു തിരൂര് അന്നത്തെ താലൂക്കിൻ്റെ ഭാഗമാണ് എന്നാണ് എൻ്റെ തോന്നൽ. ഏതായാലും തിരൂരിൻ്റെ അടുത്ത് തന്നെയാണ് ഈ പ്രദേശം. അപ്പോൾ അങ്ങനെ വംശഹത്യ നടന്ന ആ പ്രദേശങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന സ്ഥലത്ത് പിന്നീട് തലകുനിച്ച് നടക്കുന്ന ഹിന്ദു, സാധിക്കുന്ന ആൾക്കാരെ മുഴുവൻ ഒരു തല ഛേദിക്കപ്പെട്ടു. അതിൻ്റെ അടുത്താണ് തല വെട്ടിയിട്ട കിണർ. വളരെ ദൂരമൊന്നുമില്ല, ഒരു 16-17 കിലോമീറ്റർ ഉണ്ടാവും, അത്രയേ ഉള്ളൂ. ശിരസ് വെട്ടിയിട്ടതാണ്. ആ കിണർ തൂവൂർ കിണർ എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത് പിൽക്കാലത്ത്. ഇങ്ങനെ ഹിന്ദു ഹത്യ നടന്ന് ഹിന്ദുവിനെന്നും വേദന തോന്നത്തക്കുള്ളൊരു അന്തരീക്ഷം സൃഷ്ടിക്കപ്പെട്ട ഇന്നത്തെ മലപ്പുറം ജില്ലയിൽ, അന്നത്തെ മലബാർ പ്രദേശത്ത് അവിടെ വരുന്നതാണ് തിരുനാവായും. ആ തിരുനാവായയിലാണ് ഈ കുംഭമേള പണ്ട് നടന്നുകൊണ്ടിരുന്നത്, മാമാങ്കം എന്നുള്ള പേരിലെല്ലാം. ഏതായാലും ഇങ്ങനൊരു സംഗതി ഈ തിരുനാവായയിൽ വീണ്ടും നടക്കാൻ പോകുന്നു എന്നുള്ളത് വളരെയധികം ആവേശം കൊടുക്കുന്നതാണ്. വളരെ സന്തോഷപ്രദമായിട്ടുള്ള ഒരു കാര്യമാണ് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം. അറിയാൻ സാധിച്ചത് ഉത്തരഭാഗത്തുള്ളതുപോലെ തന്നെ പോലും വിലക്കുള്ള ഒരു നാടാണ്. അതെ, എഴുത്തച്ഛന് ഭാഷാചാര്യൻ എഴുത്തച്ഛന് സ്മാരകം ഉണ്ടാക്കാനുള്ളത് ഇന്ന് കുപ്പയിൽ കിടക്കാണ്. പണിത പ്രതിമ മറ്റൊരു സ്ഥലത്ത് പൊതിഞ്ഞു കെട്ടി കുപ്പയിൽ കിടക്കുകയാണ്. അവിടെ വെച്ചിരിക്കുന്ന എന്താ? മഷിക്കുപ്പിൻ തൂവലും. അതും എഴുത്തച്ഛനും തമ്മിൽ എന്താ ബന്ധം? തടഞ്ഞവർക്ക് ഇതെല്ലാം ഇഷ്ടപ്പെടുമോ? ഇഷ്ടപ്പെടില്ല. അവരിഷ്ടം പറ്റിയ നോക്കിക്കൊണ്ട് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ, അതാണ് ഞാൻ പറഞ്ഞ, ഒരു ശക്തിയുള്ള സമൂഹം മുമ്പോട്ട് വരുമ്പോൾ, ഞങ്ങൾ ഒന്നിച്ച് നിൽക്കുന്നു എന്നുള്ളൊരു സമൂഹം മുന്നോട്ട് വരുന്ന സമയത്ത്, അതേത് മതമായാലും ശരി, ഈ രാജ്യത്തിനോട് കൂറുള്ള കാഴ്ചപ്പാടുള്ള, രാജ്യം മുന്നേറണമെന്ന് ആഗ്രഹിക്കുന്ന, അതോടൊപ്പം രാഷ്ട്രം മുന്നേറണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സമൂഹം, ആ സമൂഹം ഒന്നിച്ചുകൂടി നിൽക്കുന്ന സമയത്ത് തടഞ്ഞു നിർത്താൻ സാധിക്കില്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. ഏതായാലും ഞാൻ ഈ ഇതിനെ സംബന്ധിച്ച് മനസ്സിലാക്കുന്നത്, ഈ മഹോത്സവത്തെ സംബന്ധിച്ച് മനസ്സിലാക്കുന്നത്, ചില ആൾക്കാരൊക്കെ ചോദിച്ചതിന് എന്നിട്ട് നാഗസന്യാസിമാർ പോലും ഈ പരിപാടിയിലേക്ക് നടന്നു വരും എന്നുള്ളതാണ് മനസ്സിലാക്കിയിരിക്കുന്നത്.
എത്രമാത്രം അങ്ങനെ എത്തും എന്നുള്ളതിനെക്കുറിച്ചല്ല, അവരാഗ്രഹിക്കുന്നതാണ്. അപ്പോൾ സന്യാസി ശ്രേഷ്ഠന്മാരുടെ വലിയൊരു നിര തന്നെ അങ്ങോട്ട് ഒഴുകും. തടഞ്ഞു നിർത്തുന്നവർ തടഞ്ഞു നിർത്തട്ടെ. എല്ലാത്തിനും കഴിവുള്ള ആൾക്കാരാണ് സന്യാസി ശ്രേഷ്ഠന്മാരെന്ന് പറഞ്ഞാൽ. മറ്റുള്ളവരുടെ മുമ്പിൽ ഓച്ചാനിച്ച് നിൽക്കുന്നവർ മാത്രമല്ല. സന്യാസി വേണ്ടി വന്നാൽ, ചേനകോട്ടമ്മ സ്വാമി പണ്ടായിരുന്നു, വേണ്ടി വന്നാൽ ആയുധമെടുക്കാനും തയ്യാറാകും എന്നുള്ളൊരു ഒരു സങ്കല്പമുണ്ട്. സന്യാസി സന്യാസം സ്വീകരിക്കുന്ന സമയത്ത് തന്നെ അയോധ്യ വിദ്യാലയം പഠിച്ചിട്ടൊക്കെ തന്നെയാണല്ലോ ഇതിന് പോണത്. വേണ്ടി വന്നാൽ ഈ രാഷ്ട്രത്തിന്, വിവേകാനന്ദ സ്വാമികൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, രാഷ്ട്രത്തിന് വേണ്ടിയിട്ട്, ഈ സമൂഹത്തിന് വേണ്ടി, രാഷ്ട്രസ്നേഹികൾക്ക് വേണ്ടി വേണ്ടി വന്നാൽ പുഞ്ചിരിയോടുകൂടി മരിക്കാൻ തയ്യാറാകുന്ന സന്യാസിശ്രേഷ്ഠന്മാരാണ് വരാൻ പോകുന്നവരും വരുന്നവരും എന്നെല്ലാം നമ്മൾ ചിന്തിക്കേണ്ടത് അങ്ങനത്തെ വരികയാണെങ്കിൽ. അപ്പോൾ ആ വിധത്തിലൊരു പരിപാടി മലപ്പുറം ജില്ലയിൽ ഈ തിരുനാവായിൽ നടക്കുകയാണെങ്കിൽ അത് നവാമുകുന്ദൻ്റെ ഒരു ശക്തിയും കൂടി ആയിരിക്കും. ആ ശക്തിയിൽ, ആ സന്നിധിയിൽ ഈ പ്രദേശത്തിന് മറ്റൊരു വലിയ പ്രത്യേകതയുണ്ട്. മലബാർ ഭാഗത്തെ ആളുകൾ പ്രധാനമായിട്ട് 2 സ്ഥലത്താണ് ബലികർമ്മത്തിന് പോണത്, മോക്ഷം കിട്ടാൻ വേണ്ടി. ഒന്ന് തിരുനെല്ലി വയനാട്ടിലെ, രണ്ടാമത്തെ തിരുനാവായ. തിരുനെല്ലി കുന്നും പ്രദേശത്താണ്, പക്ഷെ തിരുനാവായ തീരപ്രദേശത്താണ്, ഭാരതപ്പുഴയുടെ തീരത്താണ്. ആ ഭാരതപ്പുഴ വഴി ചെല്ലുന്നത് നേരത്തെ അറബിക്കടലിലേക്കാണ് പതിക്കുന്നത്. അപ്പോൾ ആ പ്രദേശത്ത് നടക്കുന്നുള്ള വലിയൊരു പ്രത്യേകതയാണ് ഭാരതപ്പുഴയുടെ തീരത്ത്. ആ ഭാരതപ്പുഴ പുണ്യ നദിയായിട്ടാണ് കേരളത്തിലെ കവികൾ പോലും സങ്കല്പിച്ചിട്ടുള്ളത്. അത് വലിയ പ്രാധാന്യമുണ്ട്. ആ നദിയെ രാവിലെ എഴുന്നേറ്റിട്ട് ആദ്യം കണി കാണുന്ന കവികൾ പോലും കേരളത്തിലുണ്ടായിട്ടുണ്ട്. അത് വലിയ പ്രാധാന്യമുള്ള പുണ്യനദി, കാശിയൊക്കെ പോലെ തന്നെ ഒരു വലിയ പുണ്യനദിയും പുണ്യപ്രദേശവുമാണ് ഈ തിരുനാവായ ഭാരതപ്പുഴയുടെ തീരം. മുഗളന്മാരുടെ ആക്രമണ സമയത്തും പിന്നെ ചില ആ പ്രദേശങ്ങളിൽ ഉത്തരേന്ത്യയിൽ ഉണർവ് നൽകാൻ ഇത്തരം സംഭവങ്ങൾ ഈ കുംഭമേള ഉൾപ്പെടെയുള്ളവർ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മലപ്പുറത്തും ഹൈന്ദവർക്ക് ഒരു ഉണർവ് നൽകാൻ കുംഭമേള സഹായിക്കും. മറ്റു ഗണേശോത്സവം അലങ്കാരത്തിലേന ആവിഷ്കരിച്ചത് അങ്ങനെയായിരുന്നു. കാരണം ഇപ്പോൾ മലപ്പുറത്തെ കുറിച്ച് സൂചിപ്പിക്കുന്ന വെള്ളാപ്പള്ളി നടേശന്റെ അവസ്ഥ അറിയാലോ, തെറിവിളിയോട് തെറിവിളിയാണ്. അതെ, അതൊക്കെ കേൾക്കാൻ തയ്യാറാണ്. ആദ്യം മുതലേ ഒരുമിച്ച് നിന്നിരുന്നെങ്കിൽ, ഈ മനസ്സിൽ ഞങ്ങൾ ഹിന്ദുക്കളാണ്, ഹിന്ദു എന്നുള്ള ഒരു വലിയ ബോർഡ് ഉണ്ടെങ്കിൽ മാത്രമേ അതിൽ ഈഴവെന്നുള്ളത് എഴുതാൻ സാധിക്കൂ എന്നുള്ളത് വെള്ളാപ്പള്ളിയും ചിന്തിക്കേണ്ടതാണ്. എല്ലാവരും ചിന്തിക്കുകയാണ്. വെള്ളാപ്പള്ളിയെ പുകഴ്ത്തിക്കൊണ്ടാണ് പറയുന്നത്, ഇഴത്തിക്കൊണ്ടല്ല. അപ്പം അതും കൂടി ചിന്തിക്കണം. കാരണം ആ മനോഭാവം എല്ലാ സമുദായ സംഘടനാ നേതാക്കളിലും ഉണ്ടായാൽ, ഹിന്ദു നിലനിന്നെങ്കിൽ മാത്രമേ ഞങ്ങളുടെ സമുദായം നിലനിൽക്കുള്ളൂ എന്ന് ചിന്തിക്കുന്ന സമുദായ നേതാക്കന്മാർ ഒന്നിച്ചു വന്നാൽ ഒരു വലിയ അന്തരീക്ഷം മലപ്പുറത്ത് നിന്ന്. കാരണം ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നമുള്ള സ്ഥലം മലപ്പുറം ജില്ലയാണ്. മലപ്പുറം ജില്ല കൊടുത്തതാരാന്നും കൂടി നോക്കണം. ഇന്ന് ഇവിടെ സർവ്വ ഹിന്ദു നാശീകരണ പ്രവർത്തനങ്ങളും ചെയ്യുന്ന ആ പാർട്ടിയുടെ നേതൃത്വം തന്നെ ആയിരുന്നു മലപ്പുറം ജില്ലയും കൊടുത്തിരുന്നത്. അപ്പം എല്ലാം കൂടി ഒരുമിച്ച് വരുന്ന സമയത്ത് അന്നേ, പക്ഷെ ദേശീയ മുസ്ലിങ്ങളടക്കം, ഈ മൊയ്തു മൗലവിയെ പോലുള്ള ആൾക്കാരടക്കം, കോൺഗ്രസിൻ്റെ നേതാക്കളായിരുന്ന കുട്ടിശങ്കരൻ നായരടക്കം സ്വാതന്ത്ര്യ സമര സേനകളായിരുന്നു. മലപ്പുറം ജില്ല കൊടുക്കരുതെന്ന് പറഞ്ഞ അതിൻ്റെതായിട്ടുള്ള സമരത്തിൽ പങ്കാളികളാകുകയും നേതൃത്വം കൊടുക്കുകയും ചെയ്ത ആൾക്കാരായിരുന്നു മൊയ്തു മൗലവി, കോൺഗ്രസ് നേതാവ്, കുട്ടിശങ്കരൻ നായർ, സ്വാതന്ത്ര്യ സമര സേനാനി, ഇത്തരം ആൾക്കാർ മുഴുവൻ അവിടെ. അതും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അന്ന് ഈ മലപ്പുറം ജില്ല വിരുദ്ധ സമരത്തിൽ പങ്കെടുത്ത ആൾക്കാരെ ഇന്നത്തെ പോലെ തന്നെ പുച്ഛിക്കുകയും വേദനിപ്പിക്കുകയും അവർ നശിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന സമൂഹം മുഴുവൻ കേരളത്തിലുണ്ടായിരുന്നു. ഇതിലൊന്നും ഈ സമുദായ സംഘടന ആൾക്കാരായിരുന്നില്ല മുന്നോട്ട് വന്നത്, അതീതമായി ചിന്തിക്കുന്ന ആൾക്കാരായിരുന്നു. അതൊരു ഭാരതത്തിൽ മുഴുവൻ ആഞ്ഞടിച്ചൊരു സമരമായിരുന്നു. കൊടുത്തു എന്നുള്ളത് വേറെ കാര്യം, പക്ഷേ മുന്നോട്ട് വന്നിരുന്നു ഭാരത ജനത എന്നുള്ളതാണ്. അത് ഇന്നത്തെ പോലത്തെ ഹിന്ദു സംഘടനകൾക്ക് വലിയ ശക്തി ഇല്ലാത്ത കാലമാണ്. എന്നിട്ട് പോലും അപ്പോൾ ആ നിലയ്ക്ക് എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ പുതിയ കേരളത്തിൽ ഉയർന്നു വരുന്ന രാഷ്ട്രസ്നേഹികളുടെ ഒരു ഉണർവും, ഒരു പ്രത്യേക വിഭാഗം ആൾക്കാർ മറ്റുള്ള മതങ്ങളെപ്പോലും നശിപ്പിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് നിലനിൽപ്പിന് വേണ്ടി മറ്റുള്ള മതങ്ങളും കൂടിയും ഒരുമിച്ച് വരുന്ന അന്തരീക്ഷവും
ഉത്തര ഭാരതത്തിലുണ്ടായ പുതിയ ഉണർവും കേരളത്തിൽ നിന്ന് ഇവിടെ നിന്നിട്ട് പോയിട്ടുള്ള പ്രയാഗിലേക്ക് പോയുള്ള ആൾക്കാരുടെ എണ്ണവും അന്തരീക്ഷവും എല്ലാം കൂടി നോക്കുന്ന സമയത്ത് ഒരു മഹാശക്തി ഇതിൽ നിന്നിട്ട് ഉയർന്നു വരും എന്നുള്ളതാണ് നമ്മൾ അനുമാനിക്കേണ്ടത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.